ജി പി, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മോഹൻലാൽ നായകനായി അഭിനയിച്ച ദൃശ്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കെ ജഡ്ജി പ്രതിഭാഗത്തെയും വാദിഭാഗത്തെയും അഭിഭാഷകരോട് ചോദിക്കുന്ന ചോദ്യമാണ്. ജഡ്ജിയുടെ ചോദ്യവും അതിൻ്റെ വിശദീകരണവും കഴിഞ്ഞ് രണ്ട് പ്രോസിക്യൂട്ടർമാരും തിരിഞ്ഞ് പ്രതികൂട്ടി നിൽക്കുന്ന ജോർജ് കുട്ടിയെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. ഏകദേശം അതേ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ സാധാരണ മലയാളികളും. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പറഞ്ഞു വരുന്നത്, പി അൻവർ ഫ്ലൈറ്റ് കയറി കൊൽക്കത്തയിലെത്തി അവിടെ നിന്നും കൊണ്ടുവന്ന് കേരളത്തിൽ നട്ടുപിടിപ്പിച്ചു എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കാര്യമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അൻവറിൻ്റെ തന്നെ കാര്യം. താനാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഏറ്റവും ഉയർന്ന അധികാരി എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളംബരം ചെയ്ത് തൻ്റെ പുതിയ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അൻവറിനെ പക്ഷെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്ത ശേഷം വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സഹായിക്കുകയും അതുവഴി തൻ്റെ പാർട്ടി, അതായത് തൃണമൂൽ കോൺഗ്രസിനെ UDF മുന്നണിയിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അൻവർ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ കാര്യങ്ങൾ എവിടെയൊക്കെയോ ഒന്ന് പാളി. കോൺഗ്രസിൻ്റെ യഥാർത്ഥ അധികാരി അൻവർ അല്ലെന്നും അത് തങ്ങളാണെന്നും വ്യക്തമാക്കി CG ഉണ്ണിയും സംഘവും രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് അൻവറിൻ്റെ തറവാട്ട് സ്വത്തല്ല എന്ന പ്രസ്താവനയും മാധ്യമങ്ങളോട് CG ഉണ്ണി നടത്തിയിരുന്നു. ഇതിനൊന്നും അൻവറിന് ആ സമയത്ത് മറുപടിയില്ലായിരുന്നു. CG ഉണ്ണിയുടെ പ്രസ്താവന വന്ന് 2-3 ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കേരളത്തിലാകെ ഒരു തൃണമൂൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്നും അത് താൻ കോർഡിനേറ്റർ ആയിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ആണെന്നും അൻവർ വ്യക്തമാക്കുകയുണ്ടായി. അത്രമാത്രം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളോ അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴിതാ പുതിയൊരു വാർത്ത കൂടി എത്തുകയാണ്. തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അതിനായി 5 പേർ അടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ സമർപ്പിച്ചത് അൻവറല്ല. അൻവർ അത് അറിഞ്ഞിട്ട് കൂടിയില്ല. താനാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരേ ഒരു നേതാവ് എന്ന് പറഞ്ഞു നടന്ന അൻവർ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കരുതേണ്ടത്? എന്തുകൊണ്ട് കോൺഗ്രസോ തൃണമൂൽ കോൺഗ്രസോ ഇക്കാര്യങ്ങളെപ്പറ്റി ഇക്കാലയളവിൽ യാതൊരുവിധ പ്രസ്താവനകളും നടത്താത്തത്? പഴയ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. സത്യത്തിൻ്റെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നേരത്തെ ഇടതുപക്ഷത്തു നിന്നും പുറത്തുവന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നുമെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച അൻവർ തൻ്റെ MLA സ്ഥാനം രാജിവയ്ക്കുകയും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ സാഹചര്യം ഒരുക്കുകയുമായിരുന്നു. അന്ന് മാധ്യമങ്ങളെ കണ്ട അൻവർ അവരോട് പറഞ്ഞത് താൻ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ ഇല്ല എന്നും പകരം UDF സ്ഥാനാർത്ഥിയെ സഹായിക്കുമെന്നുമായിരുന്നു. പക്ഷേ അതിന് ചില കണ്ടീഷനുകളും അൻവർ മുന്നോട്ട് വച്ചിരുന്നു. താൻ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്നും നിലമ്പൂരിൽ UDF കണ്ടുവച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി തൻ്റെ ശത്രു ആയതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയില്ല എന്ന ഉപാധിയുമാണ് അൻവർ അന്ന് മുന്നോട്ട് വച്ചത്. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടന്നത്. തൃണമൂൽ കോൺഗ്രസ് ദേശീയതലത്തിൽ ഒന്നേയുള്ളൂ. അത് മമതാ ബാനർജി നേതൃത്വം നൽകുന്ന പാർട്ടിയാണ്. പശ്ചിമബംഗാളിൽ ഭരണത്തിലിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. പശ്ചിമബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്തയാണ് ആ പാർട്ടിയുടെ ആസ്ഥാനം. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ കേരളത്തിലെത്തുമ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസ്സിന് ഇവിടെ 2 കമ്മിറ്റികളുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന കമ്മിറ്റി എന്ന് അവകാശപ്പെടുന്ന ഒന്നും, പിന്നെ ഇപ്പോൾ അൻവറിൻ്റെ സ്വന്തം കമ്മിറ്റി. ദേശീയതലത്തിൽ പ്രാധാന്യമുള്ള ഒരു പാർട്ടിക്ക് ഒരു സംസ്ഥാനത്ത് 2 കമ്മിറ്റികൾ. ഈ 2 കമ്മിറ്റികളിലെയും ആൾക്കാർ തങ്ങളുടേതാണ് യഥാർത്ഥ പാർട്ടി എന്ന് അവകാശപ്പെടുന്നു. ആസന്നമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് ഒരു വിഭാഗം പറയുന്നു. മറ്റേ വിഭാഗം 5 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റും പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ജനങ്ങൾക്ക് ആകെ കൊണ്ട് കൺഫ്യൂഷനായ അവസ്ഥ. കഴിഞ്ഞ ദിവസമാണ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് CG ഉണ്ണി പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കത്ത് സമർപ്പിച്ചത്. ആ സമർപ്പിച്ച കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഏറെ രസകരം. തൃണമൂൽ കോൺഗ്രസ് കേരള കോർഡിനേറ്ററാക്കിയ അൻവറിൻ്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ പേരിൽ പണപ്പിരിവും വിലപേശലും പരിശോധിച്ച് അൻവറിനെ സ്ഥാനത്തു നിന്ന് നീക്കണമെന്നുള്ള അപേക്ഷയാണ് കത്തിൽ. ഈ കത്തിനൊപ്പമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി
5 പേർ അടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയും ദേശീയ നേതൃത്വത്തിന് അയച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജിനോ ജോസ്, MK അലി, ബഷ്രിയ, സലീം മാലിക്, ജയരാജ് തണൽ എന്നിവരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒരാളെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ആ കത്തിൽ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് കോർഡിനേറ്റർ എന്ന പദവിയിൽ ഇപ്പോൾ നിയമിതനായ PV അൻവറെക്കുറിച്ച് ഗുരുതരമായ ചില ആരോപണങ്ങളും ഉയർത്തിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ UDFൽ എത്തിക്കുകയും അവിടെ നിന്ന് തൃണമൂൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേരുകയുമാണ് അൻവറിൻ്റെ നീക്കമെന്നാണ് കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പേരിൽ വിലപേശൽ തന്ത്രമാണ് അൻവർ നടത്തുന്നത് എന്നും അതുകൊണ്ട് അൻവറിനെ ആ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം എന്നുമാണ് ഈ കത്തിലെ പ്രധാന ആവശ്യം. ഈ കത്തിന് മറുപടി വരുന്നതോടുകൂടി PV അൻവറിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് CG ഉണ്ണി ചൂണ്ടിക്കാട്ടുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ കോർഡിനേറ്ററായിട്ടാണ് അൻവർ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ വേറെ കമ്മിറ്റികളൊന്നും ഇല്ല എന്നാണ് അൻവർ പറയുന്നത്. അതിനിടെ പുറത്തു വരുന്ന മറ്റൊരു വാർത്തയുണ്ട്. തനിക്ക് പാർട്ടി കോർഡിനേറ്റർ സ്ഥാനം വേണ്ടെന്നും തന്നെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്നും ആവശ്യപ്പെട്ട് അൻവർ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ ആവശ്യം അറിയിച്ചു എന്നാണ് വാർത്ത. എന്നാൽ ഈ ആവശ്യത്തോട് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം മുഖം തിരിക്കുകയായിരുന്നു. മാത്രമല്ല, ഒരു കോർഡിനേറ്റർ എന്ന രീതിയിൽ മാത്രം അൻവർ ഇപ്പോൾ പ്രവർത്തിച്ചാൽ മതിയെന്നും ഔദ്യോഗികമായി അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാകണമെങ്കിൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയണം എന്നുമാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് ഭാരവാഹിയാക്കി മാറ്റാം എന്നല്ല അവർ പറഞ്ഞത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അൻവറിന് ഒരു ടാസ്ക് നൽകിയിട്ടുണ്ട്. ആ ടാസ്ക് അൻവർ പൂർത്തിയാക്കണം. ആ ടാസ്ക് പൂർത്തിയാക്കാൻ കഴിയില്ലെങ്കിൽ അൻവറിന് തൃണമൂൽ കോൺഗ്രസിനെ മറക്കേണ്ടി വരും. തൃണമൂൽ കോൺഗ്രസ്സുകാരനല്ലാത്ത അൻവറെ UDFൽ ഒരിക്കലും എടുക്കില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. അപ്പോൾ പിന്നെ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിൻ്റെ കാര്യം കട്ടപ്പുകയാകുമെന്ന് ഇപ്പോഴേ ഉറപ്പിക്കാം. തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം അൻവറിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന ടാസ്ക് എന്താണെന്നല്ലേ? ടാസ്ക് വളരെ ചെറുതാണ്. അതായത് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അൻവറിൻ്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കണം. കേരളത്തിൽ 200 സ്ഥലങ്ങളിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കണം. അതായത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ വാർഡ് തലത്തിലോ ബ്ലോക്ക് തലത്തിലോ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തലത്തിലോ അതല്ലെങ്കിൽ കോർപ്പറേഷൻ നഗരസഭാ പരിധിയിലോ അങ്ങനെ ഏതെങ്കിലും 200 സീറ്റുകളിൽ PV അൻവറിൻ്റെ നേതൃത്വത്തിൽ വിജയിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു വിജയമുണ്ടായാൽ അൻവർ കേരള ജനതയിൽ സ്വാധീനമുള്ള വ്യക്തിയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉറപ്പിക്കുകയും ഉറപ്പായും മുന്നോട്ടുള്ള PV അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതം ഭദ്രമാവുകയും ചെയ്യും. അതായത് ഒന്നുകിൽ കേരളത്തിലൊരു MLA ആയി പുള്ളി മാറും, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ചെലവിൽ ഒരു രാജ്യസഭാ MP സ്ഥാനം ലഭിക്കും. ഏതെങ്കിലും രീതിയിൽ അൻവറെ തൃണമൂൽ ദേശീയ നേതൃത്വം രാഷ്ട്രീയത്തിൽ നിലനിർത്തും എന്ന് ഉറപ്പ്. പക്ഷേ അതിനു മുൻപ് ഈ പറഞ്ഞ ടാസ്ക് വിജയിക്കണം. അതല്ല, ഈ വെല്ലുവിളിയിൽ വിജയിച്ചില്ല എങ്കിൽ അൻവർ വീണ്ടും വെറും അൻവറായി തന്നെ തുടരും. ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കണം. കേരളത്തെ സംബന്ധിച്ച് PV അൻവർ തൃണമൂലിൽ ചേർന്നാലും ഇല്ലെങ്കിലും അതൊരു വിഷയമുള്ള കാര്യമല്ല. ഒരു കാര്യം ഉറപ്പായും പ്രതീക്ഷിക്കാം, കേരളത്തിലെ 2 മുന്നണികളിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ സഹായമില്ലെങ്കിൽ 5 സീറ്റിൽ തികച്ചു വിജയിക്കാൻ അൻവറിന് കഴിയില്ല. ഇങ്ങു താഴെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് UDF അൻവറിൻ്റെ കാര്യത്തിൽ തീരുമാനം ഇതുവരെയും എടുക്കാതെ മാറി നിൽക്കുന്നത്. അതായത് അൻവർ ഇപ്പോഴും ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത്. അത് അങ്ങനെയല്ല എന്ന് അൻവറിനെ കൊണ്ട് തെളിയിക്കാനും കഴിയുന്നില്ല. കേരളത്തിലെ പുതിയ അംഗം PV അൻവറിനെക്കുറിച്ച് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണങ്ങളും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും പ്രധാനപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നേതാവ് കേരളത്തിലെ UDF നേതൃത്വവുമായി ചർച്ച നടത്തിയാൽ അൻവറിന് സുഖമായി UDF മുന്നണിയിൽ പ്രവേശിക്കാം. എന്നാൽ അത് ഇതുവരെയും നടന്നിട്ടില്ല. കൊൽക്കത്തയിൽ നിന്ന് ആരും അൻവറിന് വേണ്ടി എത്തിയിട്ടുമില്ല. അപ്പോൾ പിന്നെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാകും, PV അൻവറിൻ്റെ UDF പ്രവേശനം ബുദ്ധിമുട്ടാണ്. ഇപ്പോഴിതാ അൻവറെ വെല്ലുവിളിച്ചുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ചോദ്യം വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാണ്, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്?